ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണ. ഓം ശ്രീ സായിരാം. ഹൃദയേശ്വരനായ ഭഗവാന്റെ പാതാരബന്ധങ്ങളെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. കഴിഞ്ഞ 17 ദിവസമായി സർവേശ്വരൻ പറഞ്ഞു തന്ന ധാർമ്മിക ജീവിത മൂല്യങ്ങളുടെ കഥകൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആചരിക്കപ്പെടേണ്ട തത്വങ്ങൾ മുഴുവനും ഈ രാമകഥാരസവാഹിനിയിലൂടെ സർവേശ്വരൻ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാമകഥാരസവാഹിനി പൂർണ്ണമാകുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് ഭഗവാൻ വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാമകഥ നമ്മളുടെ ജീവിതമാണ്. നമ്മളിലെ രാമനെ കാമനിൽ നിന്നുണർത്തുന്നതിന് ഉള്ള ശ്രേഷ്ഠമായ സന്ദേശങ്ങളാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ നിന്നും കുലഗുരുവിനെയും മാതാക്കളെയും പുരോഹിതന്മാരെയും ബ്രാഹ്മണരെയും അങ്ങനെ നാഗരികതയിലുള്ള ജനങ്ങളെയും മുഴുവൻ കൂട്ടിക്കൊണ്ട് ഭരതകുമാരൻ ശ്രീരാമൻ സീതയോടെയും ലക്ഷ്മണനോടെയും ഒപ്പം വസിക്കുന്ന ചിത്രകൂട ജലത്തിലെത്തുകയും അവിടെ വെച്ച് ശ്രീരാമചന്ദ്രന്റെ അടുക്കല് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് അപേക്ഷിക്കുകയും തന്റെ തീരുമാനത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ അച്ഛന്റെ ആജ്ഞ നിറവേറ്റി 14 വർഷം പൂർത്തിയാകുന്നത് വരെ കാട്ടിൽ വസിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ചക്രവർത്തിപദമോ രാജ്യമോ ഭൗതികമായിട്ടുള്ള മറ്റൊന്നുമല്ല, അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ഈശ്വര സാന്നിധ്യം എന്നുള്ള തത്വം നമുക്ക് തരികയാണ്. ഭരതകുമാരൻ തന്നെ തന്ന തത്വം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രാവർത്തികമാക്കാൻ കഴിയണം. ഇനിയും പാതുക പട്ടാഭിഷേകം എന്ന് പറയുന്ന 18ാം അധ്യായം നമുക്ക് ശ്രമിക്കാം. അയോധ്യയിൽ നിന്ന് ഭരതനും മറ്റുള്ളവരും വനത്തിലെത്തിയിട്ട് ഏകദേശം 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞിട്ട് അവര് അപേക്ഷിച്ചതൊന്നും ശ്രീരാമചന്ദ്രനെ തന്റെ തീരുമാനത്തിൽ നടുവിട പോലും ചലിക്കാതെ 14 വർഷവും താൻ കാട്ടിൽ തന്നെ വസിക്കുമെന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം ഭരതകുമാരൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചിട്ട് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അല്ലോ സഹോദര, എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ 14 വർഷക്കാലം രാജ്യത്ത് അങ്ങയുടെ സേവ ചെയ്തുകൊണ്ട് അങ്ങയുടെ പ്രത്യാഗമനം വരെ കഴിച്ചു കൂട്ടാമെന്നും അതിനുശേഷം അങ്ങയുടെ പ്രത്യാഗമന സമയത്ത് അങ്ങയുടെ പാതാരവിന്ദങ്ങൾ എനിക്ക് കാണാനുള്ള പന്താവ്, അതിനുള്ള നൈർമല്യം എന്നിൽ ഒരുക്കുന്നതിനുള്ള പന്താവ് കാണിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. രാമായണത്തിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തത്വമാണ് ഇവിടെ. 14 വർഷം ഞാൻ രാജ്യം ഭരിക്കാമെന്നല്ല ഭരതൻ പറയുന്നത്. 14 വർഷം അങ്ങയുടെ സേവ ചെയ്ത് ഞാൻ രാജ്യത്ത് കഴിയാമെന്നും 14 വർഷം കഴിഞ്ഞ് അങ്ങയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാമെന്നും പറഞ്ഞ് നിർത്തുകയല്ല. പകരം അങ്ങ് തിരിച്ചു വരുമ്പോൾ ആ പാദങ്ങൾ ദർശിക്കാനുള്ള
ആ ഒരു അവസ്ഥയിലേക്ക്, ആ പന്താവിലേക്ക് എന്നെ ഉയർത്തണമെന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാദങ്ങൾ കാണുന്നതല്ല. ഇവിടെ തിരിച്ചു വരുന്ന ഈശ്വരനാണ്. ഈശ്വരന്റെ പാദങ്ങൾ ദർശിക്കാനുള്ള അവസരം ഉണ്ടാവുമെങ്കിൽ ആ 14 വർഷവും എന്റെ ജീവിതം അത്ര ശ്രേഷ്ഠമായി മാറ്റണം എന്നുള്ളതാണ് ഭരതൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തത്വമാണ്. ഭരതന് അസത്യത്തിൽ നിന്ന് സത്യത്തെ മാത്രം വേർതിരിച്ചെടുക്കുന്ന ഭരതന്റെ വാക്കുകൾ കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ണീർ പൊഴിച്ചു. അവരെല്ലാം ഭരതന്റെ ആ വാക്കുകളെ പുകഴ്ത്തുകയും ചെയ്തു. ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് നൈർമല്യത്തോടുകൂടി വന്ന ഭരതന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രൻ അനുജനെ ആശ്ലേഷിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറയാണ്, അനുജ, വീട്ടിൽ താമസിക്കുന്ന നിനക്കും കാട്ടിൽ വസിക്കുന്ന ഞങ്ങൾക്കും എല്ലാം നമ്മളെല്ലാം സംരക്ഷിക്കുന്നതായിട്ട് ഒരാളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശ്വര അവതാരമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണ്. എന്നിട്ട് പോലും പറയുന്നു, കാട്ടിൽ വസിക്കുന്നവരെയും നാട്ടിൽ വസിക്കുന്നവരെയും എല്ലാം സംരക്ഷിച്ചു നടത്തുന്ന ഈശ്വര ചൈതന്യത്തെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, കുലഗുരുവായ വസിഷ്ഠ മഹർഷിയും അതുപോലെ ജനക മഹാരാജാവും നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ എല്ലാ നന്മകൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറയുവാണ്, അച്ഛന്റെ വചനങ്ങൾ, അച്ഛന്റെ തത്വങ്ങൾ, അച്ഛൻ നമ്മളെ ഉപദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആജ്ഞ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അതായിരിക്കണം. അതിലൂടെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരുമെന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീരാമചന്ദ്രൻ പറയാണ്, ഗുരു, പിതാവ്, മാതാവ് എന്നിവരുടെ ആജ്ഞകൾ സ്വീകരിക്കുകയും അത് ആ മാർഗത്തിൽ സഞ്ചരിക്കുകയും അത് ജീവിത ലക്ഷ്യമായി നടപ്പാക്കുകയും ചെയ്യുന്നവർക്ക് അവര് എല്ലാ അത്യുന്നതകളിലും എത്തിച്ചേരുമെന്നുള്ള തത്വം, നമ്മുടെ വേദങ്ങൾ പറഞ്ഞു തരുന്ന തത്വം അനുജനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ധാരാളം തത്വങ്ങൾ ഭരതനെ ഉപദേശിച്ചെങ്കിലും ഇതൊന്നും ഭരതന്റെ മനസ്സിന് സമാധാനമോ ശാന്തിയോ കൊടുത്തില്ല. അദ്ദേഹത്തിന് ഒരു ആനന്ദം തോന്നിയില്ല. പെട്ടെന്ന് ശ്രീരാമചന്ദ്രൻ തന്റെ പാദകങ്ങള്, തന്റെ മെതിയടികൾ ഊരി ഭരതന് കൊടുക്കുകയാണ്. വർദ്ധിച്ച ആനന്ദത്തോടുകൂടി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദത്തോടുകൂടി ഭരതൻ അത് സ്വീകരിക്കുകയും തന്റെ ശിരസിൽ വെക്കുകയും ചെയ്തിട്ട് തന്റെ ആനന്ദം പ്രകടിപ്പിക്കുകയാണ്. സർവേശ്വരനായ ഭഗവാൻ അണിഞ്ഞ പാദകങ്ങളാണിത് എന്ന് പറഞ്ഞ് അതിനെ പുകഴ്ത്തുകയും ഒരുപാട് തത്വങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഭരതകുമാരൻ ശ്രീരാമചന്ദ്രന്റെ പാദം നമസ്കരിച്ചിട്ട് തനിക്ക് തിരിച്ചു പോകാന് ഉള്ള അനുവാദത്തിന് അപേക്ഷിക്കുകയാണ്. ഉടനെ തന്നെ ശ്രീരാമചന്ദ്രൻ ഭരതനെ ചേർത്ത് നിർത്തിയിട്ട് ആശ്ലേഷിക്കുന്നു. അപ്പോൾ തന്നെ ശത്രുഘ്നും ശ്രീരാമചന്ദ്രന്റെ പാദം നമസ്കരിക്കുന്നു. ശത്രുഘ്നെയും ശ്രീരാമചന്ദ്രൻ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, രാജ്യഭരണത്തില് എപ്രകാരമാണ് ജ്യേഷ്ഠനെ സഹായിക്കേണ്ടതെന്നുള്ള തത്വവും അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ഭരതനും ശത്രുഘ്നും ലക്ഷ്മണനെ ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, സദാ നിരന്തരം ഭഗവാന്റെ സാന്നിധ്യത്തിൽ, ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ കഴിയുന്ന അങ്ങയെ പോലെ ഭാഗ്യവാൻ ഈ ലോകത്ത് ആരും ഉണ്ടാകില്ലെന്ന് പറയുകയാണ്. തുടർന്ന് അവർ പരസ്പരം അവരുടെ ഭാഗ്യത്തെക്കുറിച്ചും അവരുടെ തത്വങ്ങളും പരസ്പരം ഉപദേശിക്കുകയാണ്. ഭരതകുമാരനും ശത്രുഘ്നും സീതാദേവിയെ നമസ്കരിച്ചു. സീതാദേവിയുടെ മുമ്പിൽ അവർ പൊട്ടിക്കരയുകയാണ്. എന്നാൽ മൃദുമന്ദഹാസത്തോടുകൂടി സീത യാതൊരു ഭാവോഭേദവും കൂടാതെ അവരോട് പറയുകയാണ്, 14 വർഷങ്ങള് 14 വിനാഴികൾ പോലെ കടന്നുപോകും. ഞങ്ങൾ അതിനുശേഷം സന്തോഷത്തോടുകൂടി അയോധ്യയിൽ തിരിച്ചെത്തും. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു തന്ന തത്വങ്ങൾക്കനുസരിച്ച് രാജ്യത്തിന്റെ ഭരണം ശ്രേഷ്ഠമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതെന്ന് സീതാദേവി ഭരതനെയും ശത്രുഘ്നെയും ഉപദേശിക്കുകയാണ്. തുടർന്ന് ഭരത ശത്രുഘ്നന്മാർ ജനക മഹാരാജാവിന്റെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. നാളിതുവരെ അവർക്ക് അവരുടെ എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് നൽകിയ സേവനം, അവർ കൊടുത്ത ഉപദേശങ്ങൾ, അവരെ കണ്ണിലെ കൃഷ്ണനുണ്ണി പോലെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളൊക്കെ അവർ അതിന് നന്ദി പറയുകയാണ്. തുടർന്ന് തങ്ങളുടെ ബലവും ശ്രദ്ധയും തങ്ങളുടെ ആത്മധൈര്യവും ഒക്കെ നിലനിർത്തത്തക്ക രീതിയിലുള്ള സന്ദേശങ്ങൾ കൊടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അവര് ചക്രവർത്തിയോട് അപേക്ഷിക്കുകയാണ്. ജനക മഹാരാജാവ് അപ്പോൾ കൊടുക്കുന്ന ഒറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. രാമൻ എന്താണോ നിങ്ങളോട് ഉപദേശിച്ചത് ആ രാമതത്വത്തിൽ നീങ്ങുക, അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുക, അത് മാത്രമാണ് ജീവിത സാക്ഷാത്കാരത്തിനും ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമെന്ന് അവരെ ഉപദേശിക്കുകയാണ്. തുടർന്ന് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അമ്മമാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അമ്മമാരുടെ അടുക്കിലേക്ക് ചെന്ന് മൂവരും അവരെ നമസ്കരിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അമ്മമാരോട് പറയുകയാണ്, അച്ഛൻ നമ്മുടെ മുൻപിൽ വെച്ച
തത്വങ്ങള്, ആശയങ്ങള്, അനുഗ്രഹങ്ങള് അത് നിങ്ങളുടെ മുൻപിൽ എപ്പോഴും ഉണ്ടാകണം. 14 വർഷങ്ങൾ 14 നിമിഷങ്ങൾ പോലെ കഴിഞ്ഞു പോകും. ആ 14 വർഷങ്ങളിൽ ഞങ്ങൾ ആനന്ദത്തോടുകൂടി വനത്തിൽ കഴിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി അതിനുശേഷം ഞങ്ങൾ അയോധ്യയിലേക്ക് തിരിച്ചെത്തും. ഈ വചനങ്ങൾ കേട്ടപ്പോൾ അമ്മമാർക്ക് സമാധാനമായി, സന്തോഷമായി. അവര് ശ്രീരാമേന്ദ്രനെയും സീതയെയും ഒക്കെ അനുഗ്രഹിക്കുന്നു. കൈകേയിയുടെ പാദത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും പ്രത്യേകം നമസ്കരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, അമ്മ ഒരു തരത്തിലും വിഷമിക്കരുത്. ഞങ്ങളുടെ വനയാത്രയിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ഇതൊക്കെ ഈശ്വര സങ്കല്പത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അമ്മയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്ക് അമ്മയോട് വർദ്ധിച്ച സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് കൈകേയിയോട് പറയുകയാണ്. കൈകേയിക്ക് താൻ ചെയ്ത തെറ്റ് ഓർത്ത് ശ്രീരാമേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കൈകേയിക്ക് കഴിഞ്ഞില്ല. അവസാനം കൈകേയി സീതയുടെ 2 കൈകളും എടുത്ത് അപേക്ഷിക്കുകയാണ് മാപ്പിനായിട്ട്. മാപ്പിനായി അപേക്ഷിക്കുന്ന ഒരു രംഗം വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അയോധ്യയിൽ നിന്ന് വന്ന ഓരോരുത്തരും സീതയുടെയും ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും നമസ്കരിച്ച് അനുവാദം വാങ്ങി വർദ്ധിച്ച തങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി രഥത്തിൽ കയറുകയാണ്. സീതയും ശ്രീരാമനും ലക്ഷ്മണനും ഓരോ രഥത്തിന്റെയും അടുക്കൽ ചെന്ന് അവരുടെ ആനന്ദിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരുടെ വേദന മാറത്തക്ക രീതിയിലുള്ള സന്തോഷവാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അവരെയൊക്കെ യാത്രയാക്കുകയാണ്. അതിനുശേഷം സീതയും ശ്രീരാമനും ലക്ഷ്മണനും കുലഗുരുമായ വസിഷ്ഠന്റെ അടുക്കൽ വരികയാണ്. വസിഷ്ഠനെ നമസ്കരിക്കുന്നു. നമസ്കരിച്ചിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ ധർമ്മം അനുസരിച്ച് ഗുരുവിനെയും ഗുരുപത്നിയെയും നോക്കാനുള്ള സേവ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വ്യസനം അറിയിപ്പിക്കുകയാണ്. സകലതും അറിയാവുന്ന ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മഹർഷി ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെ തത്വം അറിയാവുന്ന വസിഷ്ഠ മഹർഷിക്ക് ശ്രീരാമേന്ദ്രനെ വിട്ടുപോകാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയോധ്യയിലുള്ളവരെല്ലാവരും യാത്രയായി കഴിഞ്ഞപ്പോൾ മിഥിലയിലെ രാജാവായ ജനകനും കൂട്ടരും ശ്രീരാമചന്ദ്രന്റെ അടുക്കല് അവരുടെ യാത്ര ആകാൻ വേണ്ടിയിട്ട് വരികയാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും ജനക മഹാരാജാവിനെയും പത്നിയെയും വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. അതിനുശേഷം ജനക മഹാരാജാവ് സീതയ്ക്ക് ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ജനക മഹാരാജാവ് പറയുകയാണ്, നിന്റെ ഭർതൃഭക്തി, നീ എടുത്ത തീരുമാനം ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തീരുമാനമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ യശസ് തന്നെ ഒരുപാട് ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ജനക മഹാരാജാവ് സീതയോട് പറയുകയാണ്, നീ നിന്റെ ആത്മാവായിട്ടുള്ള രാമനോടൊപ്പം കഴിയുന്നിടത്തോളം കാലം നിനക്ക് ജീവിതത്തിൽ ഒരു ദുഃഖമോ ദുരിതമോ ഒന്നിനും ഒരു ദൗർലഭ്യവും ഉണ്ടാകത്തില്ല. എന്നാൽ ചില പ്രത്യേക നിമിഷങ്ങളില് വിധിയുടെ ചില പ്രത്യേക കളികൾ നിമിത്തം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് ആകാശത്തൂടെ പാഞ്ഞു പോകുന്ന മേഘങ്ങളെ പോലെ മാറിപ്പോകും എന്നുള്ളത് വിസ്മരിക്കരുതെന്ന് പറയുകയാണ്. ഇവിടെ പറയുന്ന തത്വം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. തുടർന്ന് വരുന്ന സീതയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇവിടെ ജനക മഹാരാജാവ് ഉപദേശിക്കുകയാണ്. അദ്ദേഹം രാജർഷിയായിരുന്നു, അദ്ദേഹം ഋഷിയായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഗതികളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ മക്കൾക്ക് ആദ്യമേ അതിനുള്ള സന്ദേശം കൊടുത്തുകൊണ്ടാണ് അവരെ യാത്രയാകുന്നത്. തുടർന്ന് ജനക മഹാരാജാവും മിഥിലയിൽ നിന്ന് വന്ന എല്ലാവരും യാത്രയായി. അയോധ്യയിൽ നിന്നും മിഥിലയിൽ നിന്നുള്ളവരെല്ലാവരും കണ്ണിൽ നിന്ന് പറയുന്നവരെ അവർ നോക്കി നിന്നതിന് ശേഷം അവരെ ആശ്രമത്തിലേക്ക് മടങ്ങിയാണ്. ദശരഥന്റെ ചരമവാർത്തയെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ലക്ഷ്മണനും സീതയും കണ്ണീര് പൊഴിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഗൂഢമായി മന്ദഹസിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിഗൂഢമായ തത്വത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അയോധ്യയിലേക്ക് പുറപ്പെട്ട ആൾക്കാര് നഗരത്തോട് അടുക്കും തോറും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും വർദ്ധിച്ചു വരികയും അവർ പരസ്പരം വേദന പങ്കുവെക്കുകയും ചെയ്തു. 2-ാം ദിവസം അവർ ഗംഗാതീരത്തെത്തി. നിഷാദ രാജാവായ ഗുഹന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് നദി കടക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ധാരാളം വിശിഷ്ടമായ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കിയിരുന്നു. ശ്രീരാമേന്ദ്രനെ വേർപെട്ടതിന് ശേഷം അവർക്ക് വിശപ്പോ ദാഹമോ ക്ഷീണവോ ഒന്നുമില്ലാത്തത് കൊണ്ട് അവരാർക്കും ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും പോലും ഇല്ലായിരുന്നു. പക്ഷേ ഗുഹനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അതെല്ലാം ഉച്ഛിഷ്ടമാക്കി കളയുകയാണ് ചെയ്തത്. ഉറക്കമോ ഭക്ഷണമോ ആഹാരമോ ഒന്നുമില്ലാതെ, യാതൊരു വിശ്രമവും ഇല്ലാതെ നിരന്തരമായിട്ടുള്ള യാത്ര ചെയ്ത് 4-ാമത്തെ ദിവസം അവരെ നഗരാതിർത്തിയിലെ അയോധ്യയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ശ്രീരാമചന്ദ്രൻ വസിക്കുന്നിടത്തേക്ക് പോകാൻ കഴിയാഞ്ഞ
അയോധ്യവാസികൾ, ആബാലവൃദ്ധ ജനങ്ങൾ കുതിരയുടെ കുളമ്പടി കേട്ടപ്പോൾ തങ്ങളുടെ പ്രഭുവിന്റെ തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ട് അവരൊന്നടങ്കം ഓടുകയാണ്. കടന്നു പോകുന്ന ഓരോ രഥത്തിലും അവരെ ശ്രദ്ധിക്കുകയാണ് തങ്ങളുടെ പ്രഭുവിനെ. പക്ഷെ അവർക്ക് ഒരു രഥത്തിലും, കടന്നുപോയ രഥത്തിലൊന്നും കാണാൻ കഴിയാതെ വന്നപ്പോൾ രാത്രിയായപ്പോൾ നാളെ രാവിലെ കൊട്ടാരത്തിൽ പോയി പ്രഭുവിനെ ദർശിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസം ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഏറ്റപ്പോൾ തന്നെ അവർ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം വർദ്ധിച്ച ആനന്ദത്തോടുകൂടി തങ്ങളുടെ രാജകുമാരനെ കാണാനുള്ള സന്തോഷത്തോടുകൂടി അവര് കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ്. കൊട്ടാരത്തിലെത്തിയപ്പോൾ അവർക്ക് അതിഭയങ്കരമായ നിരാശയാണ് ഉണ്ടായത്. ശ്രീരാമചന്ദ്രൻ കാട്ടിൽ നിന്ന് മടങ്ങി വരില്ലെന്നും പകരം തന്റെ പ്രതിനിധിയായി പാതകങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ശ്രമിച്ച് അവർക്ക് അതിയായ വേദനയും വിഷമവും തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞു. ഭരതകുമാരൻ വസിഷ്ഠ മഹർഷിയെയും മന്ത്രിമാരെയും വിളിച്ചു വരുത്തി രാജ്യഭരണങ്ങളിൽ അവർക്കുള്ള പങ്കുകളൊക്കെ ഏൽപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം രാജപ്രമുഖരെയും അതുപോലെ സാമന്ത രാജാക്കന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരുടെ സഭ കൂടിയിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർക്ക് വീണ്ടും വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പിന്നെ പൗരന്മാരെയും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികളെയും വിളിച്ചു വരുത്തി ശ്രീരാമചന്ദ്രൻ നാട് കടത്തപ്പെട്ടത് മുതൽ താൻ കാട്ടിൽ പോയതും തിരിച്ചു വന്നതും വരെയുള്ള എല്ലാ സംഭവങ്ങളും വളരെ വിശദമായി അവരുടെ അടുക്കൽ ഭരതൻ വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ പ്രതിനിധി എന്ന പോലെ ശ്രീരാമചന്ദ്രൻ വരുന്നത് വരെ അദ്ദേഹത്തിന്റെ പാതകങ്ങളെ ആദരിക്കുകയും അതിനോടുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു രാജാവിന്റെ ധർമ്മമാണ്. തന്റെ നാട്ടിൽ അല്ലെങ്കിൽ താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന, താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളുമായിട്ട്, തന്റെ പ്രജകളുമായിട്ട് സംസാരിച്ച് അവരെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഇതൊരു ഭരണാധികാരിയുടെ ഉത്തമമായിട്ടുള്ള ചുമതലയാണ്. ഇത് ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവുമാണ്. ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഭരതൻ വസിഷ്ഠ മഹർഷിയെയും മന്ത്രിമാരെയും അതുപോലെ രാജപ്രമുഖരെയും ജനപ്രതിനിധികളെയും ബ്രാഹ്മണരെയും പുരോഹിതന്മാരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ പാതകങ്ങളുടെ സിംഹാസനാരോഹണത്തിനുള്ള സമയം നിശ്ചയിക്കുകയും ആഘോഷപൂർവ്വം അത് കൊണ്ടാടുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാതകങ്ങളുടെ സിംഹാസനാരോഹണം നടത്തേണ്ട ദിവസം ഭരതകുമാരൻ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരെ നമസ്കരിക്കുന്നു. അതിനുശേഷം പാതകങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് സിംഹാസനത്തിനടുത്തേക്ക് വരുന്നു. വന്നിട്ട് വസിഷ്ഠ മഹർഷിയുടെ അടുക്കെ അനുവാദം ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി അതിനുശേഷം അവിടെ കൂടി നിന്നവരോടെല്ലാം അനുവാദം അഭ്യർത്ഥിച്ചുകൊണ്ട് ഭരതകുമാരൻ ആ സിംഹാസനത്തിലേക്ക് ആ പാതകങ്ങളെ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് ഭക്തിയാദരങ്ങളോടെ ആ പാതകങ്ങൾ അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് തന്റെ കർത്തവ്യങ്ങളും തന്റെ ലക്ഷ്യങ്ങളും തന്റെ സകലതും ആ പാതകങ്ങളിൽ അർപ്പിക്കുകയാണ് ഭരതകുമാരൻ. വർദ്ധിച്ച വീര്യമുള്ള ഭരതകുമാരൻ അതിനുശേഷം നന്ദിഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ഒരു പർണശാല ഉണ്ടാക്കുകയും ആ പർണശാലയിലെ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. അദ്ദേഹം രാമനും ലക്ഷ്മണനും ചെയ്തതുപോലെ മുടി മെടഞ്ഞു കിട്ടി. അതിനുശേഷം മരവുരി ധരിച്ചു. മരവുരി ധരിച്ചിട്ട് അവിടെ താമസിക്കുകയാണ്. മണ്ണിൽ കുഴിച്ചുണ്ടാക്കിയ ഒരു ഗുഹയ്ക്കകത്ത് അദ്ദേഹം താമസം തുടങ്ങിയാണ്. അതിനുശേഷം അദ്ദേഹം ഒരു വ്രതം കൂടെ എടുത്തു. ശ്രീരാമചന്ദ്രൻ തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ മുഖം കാണുന്നത് വരെ ഇനിയും താൻ ഒരാളുടെയും മുഖത്ത് നോക്കത്തില്ല എന്നുള്ള വ്രതവും കൂടെ ആചരിക്കാൻ തുടങ്ങി. ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ തത്വമുണ്ട്. ദേവലോകത്തിന്റെ അധിപതിയായിരുന്ന ദേവേന്ദ്രനും അതുപോലെ കുബേരനും, ധനാഢ്യനായിരുന്ന കുബേരനും അസൂയയോട് ആഗ്രഹിച്ചതായിരുന്നു അയോധ്യയിലെ ജീവിതം. അത്ര ശ്രേഷ്ഠമായിരുന്നു അത്. അതാണ് വളരെ നിഷ്പ്രയാസം ഭരതൻ ഉപേക്ഷിച്ചത്. ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്ന പരമമായ ഒരു സത്യമുണ്ട്. അധികാരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സമ്പത്തോ അതിശ്രേഷ്ഠമായിട്ടുള്ള ഭൗതിക ജീവിതങ്ങളോ ഒന്നുമല്ല ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഈശ്വരനോട് ഉള്ള അചഞ്ചലമായ അദമ്യമായ പ്രേമം മാത്രമാണ് ജീവിത വിജയത്തിൽ നമ്മൾ നേടേണ്ടതെന്നുള്ള പരമമായ സത്യം സർവേശ്വരൻ നമ്മളെ ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. ഭരതകുമാരൻ ശാരീരികമായി വളരെയധികം ക്ഷീണിച്ചു. എങ്കിലും തന്റെ പ്രഭു തിരിച്ചു വരുന്ന ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ആ ആകാംക്ഷയും ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വന്ന രാമനോടുള്ള ഭക്തി നിമിത്തം അദ്ദേഹത്തിന്റെ മുഖം ആത്മീയ തേജസ് കൊണ്ട് തിളങ്ങുവാൻ തുടങ്ങി. അദ്ദേഹം ആത്മീയ തേജസ്സായിട്ട് തിളങ്ങാൻ തുടങ്ങി. ഇതുവരെ ആണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു തത്വമുണ്ട്. ജീവിതത്തില് ആർജിച്ചെടുക്കേണ്ടത് ഭൗതിക സുഖങ്ങളോ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല. പകരം
ഈശ്വരനെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം തന്നിരിക്കുന്നത് എന്നുള്ള പരമമായ സത്യം ഇവിടെ ഈശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഉത്ബോധത്തോടെ നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി ധന്യമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതാണ് ഈശ്വരൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായം.